പ്രോമിസ് ചെയ്ത പോലെ നമുക്ക് ആ ബ്യൂട്ടിഫുൾ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാം, IVF-നെ കുറിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങളെ രണ്ടുപേരെയും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചേച്ചീൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞെടുക്കാമോ? എൻ്റെ പേര് അരുണിമ എന്നാണ്. ഞാൻ ഇപ്പോൾ 4 വർഷത്തിന് മേലെയായിട്ട് UK-ൽ സീനിയർ എംബ്രിയോളജിസ്റ്റായിട്ട് ജോലി ചെയ്തു വരുന്നു. എൻ്റെ പേര് ആഷിഖ്. ഞാനും ഇവിടെ UK-ൽ എംബ്രിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ IVF ഇപ്പോഴും എന്താണെന്ന് അറിയില്ല. അപ്പം ഞങ്ങളൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ അത് ഡൗട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ IVF എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? IVF എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ അതൊരു വന്ധ്യതാ ചികിത്സാ രീതിയാണ്. ഇപ്പോൾ ഒരു നോർമലി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡും വൈഫും മീറ്റ് ചെയ്യുമ്പോൾ അവരുടെ എഗ്ഗും സ്പേമും ശരീരത്തിൻ്റെ അകത്ത് വെച്ച് ഫെർട്ടിലൈസ് ആയിട്ട് അതൊരു ഭ്രൂണ അല്ലെങ്കിൽ എംബ്രിയോ ആകുന്നു. ആ എംബ്രിയോ പിന്നീട് യൂട്രസിൽ വളർന്ന് അതൊരു കുഞ്ഞായിട്ട് വരുന്നു അല്ലേ. ആ നാച്ചുറലായിട്ട് നടക്കേണ്ട കാര്യം പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കുഞ്ഞെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് IVF എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് നടക്കേണ്ട ആ ഫിനോമിനൻ നടക്കാതാകുമ്പോൾ ഒരു ലബോറട്ടറി സെറ്റപ്പിൽ എഗ്ഗും സ്പേമും ഫെർട്ടിലൈസ് ചെയ്തിട്ട് അത് എംബ്രിയോ ആക്കി വളർത്തിയിട്ട് 3-5 ദിവസങ്ങൾ വളർത്തിയതിന് ശേഷം തിരിച്ച് അമ്മയുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്നതിനാണ് IVF എന്ന് പറയുന്നത്. ഓക്കെ. ഈ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തരം ട്രീറ്റ്മെന്റ്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ IVF ഒരു സെന്ററിൽ ഏതൊക്കെ തരം രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ടാവുക? ഒരു IVF ട്രീറ്റ്മെൻറ്റിലേക്ക് ഒരു പേഷ്യൻ്റ് പോകുമ്പം ഓരോ പേഷ്യൻറ്റിൻ്റെയും ഡയഗ്നോസിസ് പ്രകാരമായിരിക്കും അവർക്ക് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് പലതരം ട്രീറ്റ്മെൻറ്റ് IVF ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഓവുലേഷൻ ഇൻഡക്ഷൻ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ IUI, IVF, പിന്നെ ICSI, PICSI അങ്ങനെ പലതരം ട്രീറ്റ്മെൻറ്റ് മെത്തേഡുകൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ IVF ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു നാച്ചുറലായിട്ടുള്ള 2 മെത്തേഡുകളാണ്. പിന്നെ ഓവുലേഷൻ ഇൻഡക്ഷൻ, IUI എന്ന് പറയുന്നത്. ഓവുലേഷൻ ഇൻഡക്ഷൻ, IUI ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാസത്തിൽ ഒരു തവണയാണ് ഒരു സ്ത്രീ ഓവുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ മെഡിസിൻസിലൂടെ ഇൻഡ്യൂസ് ചെയ്തിട്ട് പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഒന്നിലധികമോ എഗ്ഗിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഏത് ദിവസമാണ് ഓവുലേഷൻ നടക്കുന്നതെന്ന് സ്കാനിങ്ങിലൂടെയും ബ്ലഡ് ടെസ്റ്റിലൂടെയും മനസ്സിലാക്കി അതേ ദിവസം നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ സ്പേമിനെ വാഷ് ചെയ്തിട്ടോ അല്ലാതെയോ, അല്ലെങ്കിൽ ഒന്നുകിൽ അവരോട് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ സ്പേമിനെ വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കനാലിലേക്ക് നിക്ഷേപിക്കും. അപ്പോൾ ഇതിനെയാണ് IUI ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം പിന്നെ ഇതിന് സാധാരണ പിന്നെ PCOS പേഷ്യൻസിനും പിന്നെ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഉള്ളവർക്കൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റുകൾ 1-2 സൈക്കിൾ അല്ലെങ്കിൽ 3 സൈക്കിളുകൾ ചെയ്ത് നോക്കിയിട്ട് ഇത് ഫലപ്രദമാകുന്നില്ലെങ്കിലാണ് IVF ICSI പോകുന്നത്. IVF ICSI എന്ന് പറയുന്നത് എന്താണ് സംഭവം? അപ്പോൾ ആഷിക്ക് പറഞ്ഞതുപോലെ IUI വർക്ക് ചെയ്യാത്ത കേസസിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് IVF ICSI എന്ന് പറയുന്നത്. IVF എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ്. ഫീമെയിലിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അവരുടെ എടുത്ത് നമ്മൾ എഗ്സ് കളക്ട് ചെയ്യുന്നു. പ്രൊസീജിയർ അതൊരു സർജറിയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ എഗ്ഗ് കളക്ട് ചെയ്ത് അതൊരു ഫ്ലൂയിഡിൽ ഓവറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിലായിരിക്കും ആ എഗ്ഗ് ഉണ്ടാവുക. അതൊരു ട്യൂബിലോ അങ്ങനെ കളക്ട് ചെയ്തിട്ട് അത് എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നു. എംബ്രിയോളജിസ്റ്റ് ഇരുന്ന് അതിനകത്ത് നിന്ന് എഗ്ഗ് കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അന്ന് സ്ക്രീൻ ചെയ്തെടുത്തിട്ട് ആ എഗ്ഗ് നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് വേണ്ട കൾച്ചർ ഡിഷിൽ മാറ്റി വെക്കും. അതേ ദിവസം തന്നെ ഈ ഫീമെയിൽ പാർട്ട്ണറിൻ്റെ എഗ് കളക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഹസ്ബൻഡ് സ്പേം പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സീമൻ സാമ്പിൾ പ്രൊഡ്യൂസ് ചെയ്ത് അത് നമുക്ക് തരുന്നു. നമ്മൾ വേറൊരു സൈഡിൽ ആ സാമ്പിൾ വാഷ് ചെയ്ത് അത് ഈ സീമൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ സ്പേം ആണെന്ന് വിചാരിക്കരുത്. സീമൻ്റെ 10% മാത്രമേ സ്പേം ഉള്ളൂ. അതിൻ്റെ ബാക്കിയുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ ആക്സസറി ഗ്ലാൻസി എന്ന് പറയുന്ന സെക്രീഷൻ ഒക്കെയാണ് അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്പേമിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് വാഷ് ചെയ്ത് മാറ്റി വെക്കുന്നു. അത് എന്നിട്ട് ഈ ഡിഷിൽ ഉള്ള എഗ്ഗിലേക്ക് സ്പേമിനെ അതിൻ്റെ അതായത് ഫോർമുലകൾ ഓരോ ലാബിന് ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വോളിയം
ചെറിയ ഒരു വോളിയം ഓഫ് സ്പേമിനെ ആ എഗ്ഗിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സ്പേമിന്റെ ജോലിയാണ് എഗ്ഗിനെ പോയിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നുള്ളത്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് സാധാരണ നാച്ചുറലി നടക്കുന്ന സംഭവം ഇപ്പൊ ഈ ഗർഭപാത്രത്തിൽ നടക്കുന്നതിന് പകരം ഡിഷിൽ നടക്കുന്നു, പെട്രി ഡിഷിൽ നടക്കുന്നു. അതാണ് IVF എന്ന് പറയുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ IVF നമ്മൾ ഓഫർ ചെയ്യുന്നത് പേഷ്യൻസിന്റെ ഇപ്പൊ WHO ക്രൈറ്റീരിയ ഉണ്ട്. അപ്പൊ ആ ക്രൈറ്റീരിയ പ്രകാരം നോർമോസൂസ്പെർമിയ എന്ന് പറയും. നോർമൽ ആയിട്ടുള്ള സീമൻ പാരാമീറ്റേഴ്സ് ഉള്ള പേഷ്യൻസിനാണ് IVF സജസ്റ്റ് ചെയ്യുക. അതായത് സ്പെർമിന്റെ കൗണ്ട് മോട്ടിലിറ്റി ഒക്കെ നോർമൽ ആകുന്ന കേസിൽ മാത്രമാണ് IVF നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ഇനി അത് ചില കേസിൽ വരുമ്പോൾ സ്പെർമിന്റെ കൗണ്ട് മോട്ടിലിറ്റി മോർഫോളജി എന്നൊക്കെ പറയുന്നത് കുറവായിരിക്കും. അങ്ങനെയുള്ള കേസിൽ ഈ IVF-നേക്കാളും കൂടുതൽ സക്സസിന് സാധ്യത ICSI ട്രീറ്റ്മെന്റിനായിരിക്കും. ICSI എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ എഗ്ഗും കളക്ട് ചെയ്യുന്നു, സ്പേമും കളക്ട് ചെയ്യുന്നു, സ്പേം വാഷ് ചെയ്യുന്നു. പക്ഷെ എഗ്ഗിനെ നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചുറ്റും കുറേ ലെയേഴ്സ് ഓഫ് സെൽസ് ഉണ്ടാവും, പ്രൊട്ടക്റ്റീവ് സെൽസ്. ആ സെൽസ് ഒക്കെ നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് എഗ്ഗ് ആദ്യം മെച്യൂർ ആണോ എന്ന് നോക്കും. മെച്യൂർ ആയിട്ടുള്ള എഗ്ഗിനെയും ഈ സ്പേമിനെയും നമ്മളൊരു ഡിഷിൽ വെച്ച് അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ള മൈക്രോസ്കോപ്പ് ഉണ്ട്. ആ മൈക്രോസ്കോപ്പിൽ ഒരു എംബ്രിയോളജിസ്റ്റ് ഇരുന്ന് നല്ല മോട്ടിലിറ്റിയും മോർഫോളജിയും ഒക്കെയുള്ള സ്പേമിനെ തിരഞ്ഞെടുത്ത് മൈക്രോ നീഡേഴ്സ്, ചെറിയ നീഡേഴ്സ് ഉണ്ട്, അതിൽ സ്പേമിനെ എടുത്ത് എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് അത് നിക്ഷേപിക്കും. അപ്പോൾ അതാണ് ICSI എന്ന് പറയുന്നത്. ICSI എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം തന്നെ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്നാണ്. ആള് ഈ IVF ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പ് നടത്തേണ്ട എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഉണ്ടോ? അതേപോലെ ആരാണ് ഈ IVF ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിയണം, അങ്ങനെ എന്തെങ്കിലും കണക്കുണ്ടോ? ഇപ്പോൾ പുതിയ WHO ഒരു ഇത് പ്രകാരം കല്യാണം കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ചെയ്ത് കുട്ടി ഉണ്ടാക്കാൻ 1 കൊല്ലമായിട്ട് ശ്രമിച്ചിട്ടും കുട്ടികൾ ഉണ്ടാകാത്തവർക്കാണ് IVF ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. പിന്നെ എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IVF-ന് നമ്മൾ വരുമ്പം നമ്മളൊരു കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സാധാരണ നാച്ചുറലി ഒരു കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ സാധാരണ ചെയ്യണോ ആ പ്രിപ്പറേഷനൊക്കെ ഒരു IVF-ലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മളിതിന് കൊടുക്കേണ്ടത് 2 ഫീമെയിൽ പാർട്ട്ണറിൻ്റെയും മെയിൽ പാർട്ട്ണറിൻ്റെയും ടൈമാണ്. ഞങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. ഞങ്ങൾ പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു പിന്നെ അറ്റ്മോസ്ഫിയറിൽ പേഷ്യൻസിന് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് സമയം കൊടുക്കാനില്ല. ഈ ഓടി വന്ന് എന്തോ ചെയ്തിട്ട് പോകുന്ന മാതിരിയുള്ള ഒരു പ്രവണത. അപ്പോൾ അത് ഫസ്റ്റ് ഓഫ് ഓൾ നിർത്തണം. നമ്മുടെ ഡയറ്റ് മുതൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ ഡയറ്റ്, എക്സസൈസ്, ഹാബിറ്റ്സ്, ഇതൊക്കെ നമ്മൾ പിന്നെ ഇമ്പ്രൂവ് ചെയ്യണം നമ്മൾ IVF-ലേക്ക് കിടക്കുമ്പോൾ. അതായത് പിന്നെ ഒബസിറ്റി കൊണ്ട് മാത്രം IVF പിന്നെ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ പ്രത്യേകിച്ച് പിന്നെ PCOS, PCOD പേഷ്യൻസ് അവർ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ എല്ലാം ഫീമെയിൽ പാർട്ട്ണറിൻ്റെ മിസ്റ്റേക്കാണ്, അതാണ് ഇൻഫെർട്ടിലിറ്റിയുടെ കാരണമെന്ന് ഒരിക്കലും മെയിൽ പാർട്ട്ണർ വിചാരിക്കാൻ പാടില്ല. ഇൻഫെർട്ടിലിറ്റിയുടെ എന്താ പറയുക, ഒരു പിന്നെ 40% എപ്പോഴും മെയിൽ പാർട്ട്ണറിൻ്റെ പ്രശ്നമാണ്, 40% ഫീമെയിൽ പാർട്ട്ണറിൻ്റെയും, ഒരു 20% നമുക്ക് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നും പറയാം. അപ്പോൾ ഈക്വലി റെസ്പോൺസിബിൾ ആണ് മെയിലും ഫീമെയിലും. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ എക്സസൈസ്, ഡയറ്റ് എല്ലാം പിന്നെ മെയിലും ഫീമെയിലും IVF-ലേക്ക് കിടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഇപ്പൊ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് സ്മോക്കിംഗ്, ആൽക്കഹോൾ. ഇതൊക്കെ എത്രത്തോളം അത് സ്പേമിന്റെ DNA ബാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ ഈ സ്റ്റീറോയിഡ്, ഈ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്നവര് സ്റ്റീറോയിഡ്സ് ഇഞ്ചക്ഷൻ എടുക്കുന്ന അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നത് ഒരുപാട് ദോഷം ചെയ്യും. നമ്മൾ അങ്ങനെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു കേസിൽ മൂപ്പര് മെക്കാനിക് ആണ്. അപ്പൊ അവർക്ക് നിങ്ങൾ മുമ്പ് അറ്റൻഡ് ചെയ്തൊരു കേസാണത്. അപ്പൊ അവർക്ക് ഇവര് ഈ ഫ്യൂവലിന്റെ അല്ലെങ്കിൽ പെട്രോളിന്റെ അങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നു? അതെ, മെക്കാനിക്കിന്റെ, അതായത് പെയിന്റ്, കെമിക്കൽസ്, ഈ പെയിന്റിന്റെ, അതായത് ഇതിന്റെ അകത്തുനിന്നൊക്കെ ഒരു തരം VOC ആണ് എല്ലാത്തിനും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു എഫക്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഏറ്റവും കൂടുതൽ ഇൻഫെർട്ടിലിറ്റി കണ്ടുവരുന്ന ഒരു പിന്നെ ഇതാണ് IT സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ പിന്നെ എന്താ പറയുക സിസ്റ്റം നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നവർക്ക്, പിന്നെ അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് മടിയിൽ വെച്ച് യൂസ് ചെയ്യുന്ന ഇതൊക്കെ മെയിൽ ഇൻഫെർട്ടിലിറ്റിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ളൊരു കാരണമാണ്.
ഓക്കെ, നമ്മൾ ഈ കളിയാക്കി പറയുന്ന ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ശരിക്കും ഉള്ളത് പോലെ തന്നെയാണ്. അതെ അതെ ശരിക്കുള്ളത് തന്നെയാണ്. ഇത് ചിലപ്പോൾ ചില പേഷ്യൻസിൽ ഇപ്പൊ നേരത്തെ അരണി പറഞ്ഞ പോലെ ഈ പിന്നെ നമ്മൾ സാധാരണ ഒരു സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പ്രശ്നങ്ങളൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലപ്പോൾ കൗണ്ട് ഓക്കെ ആയിരിക്കും, മോട്ടിലിറ്റി ഓക്കെ ആയിരിക്കും. പക്ഷെ അന്നിപ്പോൾ DNA ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ചില ആൾക്കാരെ കാണാം പ്രഗ്നന്റ് ആവും, കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മിസ്കാരേജ് സംഭവിക്കുക, പിന്നെ എന്താ പറയുക പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഉള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതൊരു മെയിൻ ഇൻഫെർട്ടിലിറ്റി സയൻസ് ആണ്. സ്പേമാണ് ഭൂരിഭാഗം, കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം കാരണക്കാരനാണിപ്പം സ്പേം ആയിരിക്കും. ഈ ഒരു ട്രീറ്റ്മെന്റിൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ? ഇപ്പൊ ഒരു മിത്താണ്, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഒരുപാട് എഗ്ഗ് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ കുറെ പറഞ്ഞതാണ്, ഇത് ഒരു സ്ത്രീ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത്ര എഗ്ഗ് എന്ന് വെച്ചിട്ടാണ് ഒരു ജനിക്കുന്നത് എന്നൊക്കെ ഉള്ള മിത്താണ് ഇതൊക്കെ. അപ്പം അങ്ങനെ വരുന്ന കേസിൽ ഈ 16 എഗ്ഗ് അല്ലെങ്കിൽ 20 എഗ്ഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ ഈ പീരീഡ്സിന്റെ കാലാവധിയിൽ 2 വർഷം മുന്നോട്ട് പോവേ, അതായത് 55 വയസ്സിലാവേണ്ടത് ഒരു 53 വയസ്സിലാവുക, അങ്ങനത്തെ എന്തെങ്കിലും കേസ് ഉണ്ടോ അതിൽ? ഇപ്പോൾ ബോസ് പറഞ്ഞതുപോലെ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ അവളുടെ ജീവിതകാലത്തിൽ അവൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന എല്ലാ എഗ്ഗും അവളുടെ ശരീരത്തിൽ അവൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ട്. അല്ലാതെ പുരുഷന്മാരെ പോലെ ഓരോ ഇതിലും 72 പുരുഷന്മാരുടെ കേസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ 72 ദിവസം കൂടുമ്പോഴും ഓരോ സ്പെർമറ്റോജനസിസ് സൈക്കിൾ നടക്കുന്നുണ്ട്. അതേപോലെയല്ല സ്ത്രീകളിൽ നടക്കുന്നത്. അവർ ജനിക്കുമ്പോൾ തൊട്ട് അവരുടെ ഓവറിയിൽ അതൊക്കെ ഉണ്ട്, എഗ്ഗ് ഉണ്ട്. ഈ പറഞ്ഞതുപോലെ എഗ്ഗ് മാസത്തിൽ നമ്മൾ ഒരു എഗ്ഗേ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, ഓവുലേറ്റ് ചെയ്യുമ്പോൾ ഒരു എഗ്ഗേ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഉള്ളെങ്കിലും ആ ഒരു സൈക്കിൾ തുടങ്ങുമ്പോൾ ആ മെച്യൂർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് എഗ്സ് ആ റേസ് തുടങ്ങുന്നുണ്ട് ഒരുമിച്ച്. ഒരാൾ മാത്രമല്ല, കുറേ എഗ്ഗുകൾ ഇവരുടെ കൂടെ തുടങ്ങുന്നുണ്ടെങ്കിലും ഒരൊറ്റ ആൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരുപാട് എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്യുന്ന വഴി പെട്ടെന്ന് മെനോപോസ് നടക്കുന്നതെന്ന് ഉള്ള ഒരു ഇതില്ല. പിന്നെ സൈഡ് എഫക്ട്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് ചില സൈഡ് എഫക്ട്സ്, ഇപ്പൊ ബ്ലോട്ടിങ് അല്ലെങ്കിൽ നോഷ്യ അല്ലെങ്കിൽ ഹെഡ് ഏക്ക്, അങ്ങനെയുള്ള പല സിംറ്റംസും സൈഡ് എഫക്ട്സും ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയങ്ങളിൽ പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ലോങ് ടേം ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയത്തക്ക സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെയും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കോമൺ അനസ്തെറ്റിക് പിന്നെ കോംപ്ലിക്കേഷൻസ് അല്ലാണ്ട് പിന്നെ കൂടുതൽ പിന്നെ എന്താ പറയാ, അല്ലെങ്കിൽ എന്തെങ്കിലും സർജിക്കൽ എറേഴ്സ് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോഴുള്ള കോംപ്ലിക്കേഷൻ അല്ലാണ്ട് സാധാരണഗതിയിൽ കോംപ്ലിക്കേഷൻ ഒന്നും, ലോങ് ടൈം കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകാറില്ല. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. അതേപോലെയുള്ള ഇതേ ഉള്ളൂ. കാര്യം നമ്മുടെ ശരീരത്തിലേക്ക് ഇത്രയും ഹോർമോൺസ് ഇഞ്ചെക്ട് ചെയ്യുന്നതല്ലേ. ഓക്കെ, ഏത് പ്രായക്കാർക്കാണ് ഈ ട്രീറ്റ്മെന്റ് കൂടുതൽ സക്സസ് ആവാൻ സാധ്യത? ഇന്ന പ്രായം വരെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന പ്രായം വരെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആവറേജിൽ ഒരു സ്ത്രീയുടെ അണ്ടോത്പാദനം നിൽക്കും. അപ്പോൾ ഒരു മെനോപോസ് ആവേണ്ടത് എടുക്കും. അപ്പം പിന്നീട് എഗ്ഗില്ലല്ലോ, എഗ്ഗില്ലാണ്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡോണറിലേക്കൊക്കെ പോകേണ്ടി വരും. പിന്നെ ഈ സക്സസ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ അതും ഒരു ഏജ് വേരിയൻ്റ് ആണ്. പിന്നെ എന്ത് ഡയഗ്നോസ്, എന്ത് കാരണം കൊണ്ടാണ് പ്രഗ്നൻ്റ് ആകാത്തത് എന്നും കൂടി ഇരിക്കും അതിൻ്റെ ഒരു ഇത്. പിന്നെ 35 വയസ്സിന് മുകളിൽ പ്രായത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സക്സസ് റേറ്റ് കുറച്ച് കുറവായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് വയസ്സ് കൂടുന്തോറും ഇവരുടെ എഗ്ഗിൻ്റെ നമ്പറിൽ മാത്രമല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും കുറയും എഗ്ഗിൻ്റെ. അപ്പം നമുക്ക് 35 വയസ്സിന് ശേഷം എടുക്കുന്ന, നമ്മൾ കളക്ട് ചെയ്യുന്ന, പിന്നെ എത്രണ്ണം പ്രൊഡ്യൂസ് ചെയ്താലും എത്രണ്ണം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തെടുത്താലും, സ്റ്റിമുലേറ്റ് എടുക്കുമ്പോൾ 35 വയസ്സിന് മുകളിലുള്ള സ്ത്രീക്ക് കിട്ടുന്ന എഗ്ഗിൻ്റെ എണ്ണം കുറവായിരിക്കും. പക്ഷെ എങ്കിലും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ക്വാളിറ്റി കുറവായിരിക്കും. അപ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്ത എഗ്ഗിൽ നമ്മൾ IVF ICSI ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ പ്രഗ്നൻസി സാധ്യത കുറവാണ്. ഈ IVF ട്രീറ്റ്മെന്റുകൾ കൊണ്ട് ഒരു ഉണ്ടാവുന്ന കുട്ടിക്ക് ഡിസേബിൾ ആവാനുള്ള ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടോ? IVF ട്രീറ്റ്മെന്റ് ചെയ്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഡിസേബിലിറ്റി വരാനുള്ള സാധ്യതയില്ല. പിന്നെ വേറൊരു ചോദ്യം എന്തായാലും നല്ല ചോദ്യമായിരുന്നു. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫാമിലിയിൽ നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് റണ്ണിങ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡയഗ്നോസിസ് ചെയ്തിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസബിലിറ്റി നമ്മുടെ കുഞ്ഞിന് വരാതിരിക്കാനുള്ള ഓപ്ഷൻസ് IVF-ലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ PGS, PGD
എന്ന് പറയുന്ന കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോയിൽ നിന്ന് തന്നെ സെൽസ് എടുത്തിട്ട് അനലൈസ് ചെയ്ത് അതിൻ്റെ അകത്ത് ഈ എംബ്രിയോ അഫക്റ്റഡ് ആണോ, ഇത് ഒരു കുഞ്ഞായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞിന് അസുഖം വരാൻ സാധ്യതയുണ്ടോ എന്ന് ജനറ്റിക് കണ്ടീഷൻസ് കേട്ടോ നമുക്ക് എംബ്രിയോ ആയിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വഴിയിട്ട് ഇപ്പോൾ അഫക്റ്റഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുന്നത് വഴി അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കുക അതിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ബെനിഫിറ്റ് ആണ് ശരിക്കും. ബെനിഫിറ്റും ഉണ്ട്. പിന്നെ ഒരു മിത്താണ് നാട്ടിൽ എല്ലാവരും ഉള്ളത്, ഒരു IVF എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അവിഹിതം എന്നുള്ള രീതിയിലാണ് പലരും ഇതിനെപ്പോഴും കാണുന്നത്. അതായത് IVF ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള മടി, അല്ലെങ്കിൽ ഒരു IVF ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള മടി. പിന്നെ അതേപോലെ തന്നെ ഈ IVF ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടാവുന്ന കുട്ടി സ്വന്തം കുട്ടിയല്ല എന്നുള്ളൊരു മാനസിക അവസ്ഥ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് നമുക്ക് മറുപടി കൊടുക്കാനുള്ളത്? ഈ IVF-നെ കുറിച്ച് പണ്ടുള്ള കൺസെപ്റ്റിനെക്കാട്ടിലും ഇപ്പൊ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുന്നത് കൊണ്ട് കുറച്ച് ലിബറൽ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊക്കെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അധികം ആയിട്ടൊന്നും ഇല്ല, ഏകദേശം ഒരു 8 കൊല്ലം മുമ്പാണെങ്കിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് പിന്നെ മറച്ചു വെച്ചിട്ട്, ഫാമിലിയിൽ തന്നെ മറച്ചു വെച്ചിട്ടാണ് ആൾക്കാർ പിന്നെ ട്രീറ്റ്മെന്റിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ ഇൻലോസിനോടാണെങ്കിലും പിന്നെ പാരൻസിനോടാണെങ്കിലും ആരോടും ഇത് എൻ്റെ ബേബി IVF ബേബി ആണെന്ന് പറയാൻ പോലും ആൾക്കാർക്ക് മടിയുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പിന്നെ ഒരു കാര്യത്തിൻ്റെ ആവശ്യമില്ല. കാര്യം നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ട്രീറ്റ് ചെയ്യും. അതേപോലെ തന്നെയുള്ളൂ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ എന്താ പറയുക, പിന്നെ ഒരു ഭർത്താവിൻ്റെ ആണെങ്കിലും ഭാര്യയുടെ ആണെങ്കിലും അവരുടെ തന്നെ എഗ്ഗും സ്പേമും നമ്മൾ പിന്നെ അതായത് ഇൻവൈവോ, അതായത് ശരീരത്തിനുള്ളിൽ നടക്കുന്ന ഒരു അത് നമ്മൾ ലബോറട്ടറി ചെയ്ത് അവരുടെ ഗർഭപാത്രത്തിൽ തന്നെ ആ ഭ്രൂണത്തെ നിക്ഷേപിക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പം അതിൽ ഈ പറയുന്ന മാതിരി എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, അത്ര മാത്രമേ ഇതിൻ്റെ കാണേണ്ട കാര്യമുള്ളൂ. അപ്പം ആ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഒരു കുറവാണ് പിന്നെ IVF-നെ കുറിച്ച് ഇങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണയും കാര്യങ്ങളും ആൾക്കാരിൽ ഉണ്ടാകാനുള്ള കാരണം. അത് ശരിക്കും പറഞ്ഞാൽ ഒരു അവയർനെസ് നമ്മൾ ആൾക്കാരിൽ സൃഷ്ടിക്കേണ്ടതാണിത്. ഇതൊരിക്കലും ഇപ്പം ചെയ്യുന്ന തന്നെ IVF ചെയ്യുന്ന കപ്പിൾസ് തന്നെ അത് എന്താ പറയുക, പിന്നെ അതിലൊരു ഒരു മോശം വിചാരിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പൊ ആഷിക്ക് പറഞ്ഞതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ കുട്ടിയാണോ, അവരുടെ തന്നെ എഗ്ഗും സ്പേമും ഒക്കെ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മിസ് മാച്ച് ചെയ്യുന്നുണ്ടോ ഇതിനുള്ളൊരു ചെറിയൊരു ആൻസറാണ്. നമ്മൾ ലാബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ വർക്ക് ചെയ്തിടത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. നാട്ടിൽ 3 വർഷത്തിന് മേലെ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ വിറ്റ്നസിങ് സിസ്റ്റം ഉണ്ട്. അതായത് ഒരു എംബ്രിയോളജിസ്റ്റ് ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു എഗ്ഗിനെയോ സ്പേമിനെയോ മിക്സ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഷിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അവിടെ രണ്ടാമതൊരു എംബ്രിയോളജിസ്റ്റ് ആ സ്റ്റെപ്പ് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. അതവർ ഉറപ്പിക്കുന്നുണ്ട്. പേഷ്യൻറ്റിൻ്റെ പേര് വായിച്ച് ഇന്നടുത്ത് അതായത് എവിടുന്ന് എങ്ങോട്ടാണോ പോകുന്നത് ആ രണ്ടും വായിച്ച് ഇന്ന പേഷ്യൻറ്റിൻ്റെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഹ്യൂമൻ വിറ്റ്നസിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വിറ്റ്നസിങ് സിസ്റ്റം അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പേഷ്യൻറ്റിനോടനുബന്ധിച്ചുള്ള ഡിഷുകൾ എല്ലാം തന്നെ ബാർകോഡ് ചെയ്തിട്ട് ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എറർ ഉണ്ടെങ്കിൽ ആ മെഷീൻ അപ്പോൾ അലാം അടിക്കും, റെഡ് കാണിക്കും. അതും ഇലക്ട്രോണിക് വിറ്റ്നസിങ് പ്ലസ് ഹ്യൂമൻ വിറ്റ്നസിങ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ലിനിക്സിലും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു മിക്സിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു മിസ്മാച്ചിൻ്റെ ഒന്നും സാധ്യത തീരെ കുറവാണ്. നിങ്ങളുടെ പിന്നെ കുട്ടി നിങ്ങളുടെ തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് IVF ക്ലിനിക്കുകൾ ചൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇലക്ട്രോണിക് വിറ്റ്നസിങ് ഉണ്ടോ എന്ന് പിന്നെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അവിടെ എത്ര എംബ്രിയോളജിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചോദിക്കാം. ഒന്നിലധികം എംബ്രിയോളജിസ്റ്റ് വർക്ക് ചെയ്യുന്ന സെൻറ്ററുകളിലാണെങ്കിൽ തീർച്ചയായും അവിടെ ചെയ്തിരിക്കും ഈ വിറ്റ്നസിങ്, രണ്ടാമതൊരാൾ വിറ്റ്നസിങ് ചെയ്തിരിക്കും. അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, നിങ്ങളൊരു മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ അഥവാ ഇനി അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഇന്നത്തെ കാലഘട്ടമാണ് എല്ലാവരും DNA കാര്യങ്ങളൊക്കെ ചെയ്ത് ഉറപ്പിക്കുന്ന കാലഘട്ടം വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ലീഗലി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ഒരിക്കലും സാധ്യതയില്ല. ശരി, ഇല്ല, ഒരിക്കലും സാധ്യതയില്ല. കാര്യം എറർ പിന്നെ വരാനുള്ള സാധ്യത 0% ആണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയും. കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ലാബിൽ ചെയ്യുന്നത്. ഒരു പിന്നെ ഒരു കപ്പിൾസിന്റെ ഒരു കപ്പിളിന്റെ ഒരു ഭാവി മാത്രമല്ല, ഇനി ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഒരു പുതിയൊരു തലമുറയുടെ തന്നെ ഭാവി അതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അത്ര ശ്രദ്ധിച്ചാണ് ഒരു ലാബിൽ ഈ ട്രീറ്റ്മെന്റ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഡോണർ സിസ്റ്റം പരിപാടികളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഡോണർ ആർക്കെങ്കിലും വന്ന് എങ്ങനെയാണോ ചെയ്യുക? ഇല്ലെങ്കിൽ ഇപ്പം
പുറത്തൊക്കെ നമ്മൾ പരസ്യങ്ങൾ കാണാം, ഡോണർ ആവണമെങ്കിൽ ഓരോ ഹൈറ്റ്, ഓരോ എഡ്യൂക്കേഷൻ, ഓരോ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെ ഒരു ഇന്റലിജൻസ് ഒക്കെ നോക്കിയിട്ടാണ് ഡോണറെ സെലക്ട് ചെയ്യുന്നത്. നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവർക്ക് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ ഡോണറെ സംബന്ധിച്ചിടത്തോളം? ഉണ്ട്. നാട്ടില് നമുക്ക് ഡോണർ ചൂസ് ചെയ്യാം. അവരുടെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ്, ഈ പറഞ്ഞ മാതിരി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ ഡോണർ ബാങ്കുകൾ ഇപ്പം പ്രത്യേകിച്ച് പിന്നെ അടുത്ത് നമ്മുടെ പിന്നെ ART ബില്ലൊക്കെ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അതുകൊണ്ട് എല്ലാ നിയമങ്ങളും ഇപ്പം നാട്ടിലും സ്ട്രിക്റ്റ് ആണ്. അപ്പം പിന്നെ നമുക്ക് ഓരോ ART ബാങ്കുകളിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡോണറിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് നമ്മുടെ തന്നെ ബ്ലഡ് ഗ്രൂപ്പിന് മാച്ച് ചെയ്യുന്നത്, കളറിന് മാച്ച് ചെയ്യുന്നത്, പിന്നെ ആയിട്ടുള്ള ഡോണറിനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ പല സിനിമാ മേഖലയിലുള്ള ആൾക്കാർ ഈ സർഗസി എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുന്നില്ല, അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അത് ശരിക്കും ഈ കുട്ടി ഉണ്ടാവുന്ന കുട്ടി ഈ ചെയ്ത ആൾക്കാരെ DNA ആയിട്ട് മാച്ച് ചെയ്യും, ഇവരെ ക്യാരക്ടറും അങ്ങനെയൊക്കെ ആയിരിക്കും? അതെന്താ സംഭവം? അതിന്റെ ഈ സറഗസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രഗ്നൻസി ക്യാരി ചെയ്യുന്ന ആള് ആ കുഞ്ഞുമായിട്ട് യാതൊരു തരത്തിലുള്ള ബയോളജിക്കൽ റിലേഷനും ഇല്ല, അല്ലെങ്കിൽ ജനറ്റിക്കൽ റിലേഷനും ഇല്ല. ഈ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും സ്പേമും എഗ്ഗും ഫെർട്ടിലൈസ് ചെയ്ത് ആ എംബ്രിയോനെ നമ്മളൊരു സറഗേറ്റ് മദറിനെ ഒരു കാരിയർ പോലെ ഒരു അങ്ങോട്ട് 9 മാസം ആ എംബ്രിയോനെ വളർത്താൻ വേണ്ടിയിട്ട് യൂട്രസിൽ നിക്ഷേപിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ആണെങ്കിൽ അവർക്ക് അവരുടേതായ റീസൺസ് ഉണ്ട്. അല്ലാതെ സറഗസി ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പല കപ്പിൾസിനും അല്ലെങ്കിൽ ഫീമെയിൽസിന് പല കണ്ടീഷൻ കൊണ്ട് അവരുടെ യൂട്രസിന് ഉള്ള കണ്ടീഷൻസ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ട് ഒരു പ്രഗ്നൻസി ക്യാരി ചെയ്യാൻ പറ്റാത്ത അവർക്കൊക്കെ ഈ സറഗസി എന്ന് പറയുന്നത് ആക്ച്വലി സ്പീക്കിംഗ് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിക്കും എന്തായാലും അത് ഈ കൊടുത്ത, അതായത് സ്പേമും എഗ്ഗും കൊടുത്ത അമ്മയുടെ അച്ഛന്റെയും കുട്ടിയാണ്. അപ്പൊ ഈ ക്യാരി ചെയ്യാൻ ഇപ്പൊ കുറച്ചു മുമ്പ് അതിന് റോബോട്ട്സ് ഇറങ്ങുന്നുണ്ട്, ഇനിയിപ്പോ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ വൂംസ് ഇപ്പം എന്താ പറയാ ഇപ്പം വന്നോണ്ടിരിക്കുകയാണ്. അതിപ്പോ എത്ര കാലം എടുത്ത് അത് ഹ്യൂമൻ ട്രയൽസ് ഒക്കെ നടക്കുമെന്ന് അറിഞ്ഞൂടാ. ആനിമൽ ട്രയൽസ് ഒക്കെ നടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം നമ്മൾ പിന്നെ ഡോണർ എഗ്, ഡോണർ സ്പേം, അതായത് പിന്നെ ഓവറിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും സെമൻ ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IVF ഫിക്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരു യൂട്രസിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അമ്മയാൻ പറ്റില്ല എന്നൊരു അവസ്ഥയാണ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള സറഗസിയും ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ വൂമ്പൊക്കെ ഭാവിയിൽ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അത് വളരെ നല്ലൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിരിക്കും. ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റിൽ ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഒരു അമ്മയാവാനുള്ള ആഗ്രഹം ഉള്ള ഒരാള്, പ്രസവത്തിനേക്കാളും വലിയ വേദന ഇവിടെ ഇല്ല എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. അപ്പൊ അതിനേക്കാളും വലിയ വേദന ഒന്നും ഉണ്ടാവില്ല എന്നുള്ള അറിയാം. പിന്നെ ഒരു അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇത്ര വലിയ പെയിനൊന്നും ഫീൽ ചെയ്യലുണ്ടാവില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇത് ഭയങ്കര പെയിൻഫുള്ളോ അല്ലെങ്കിൽ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് രീതിയാണോ? IVF ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ അതിനൊരിക്കലും കുറച്ച് കാണാൻ പാടില്ല. അത് എപ്പോഴും ഒരു ഇമോഷണലി പിന്നെ ഫിസിക്കലി പെയിൻഫുൾ ആയിട്ടുള്ള ഫിനാൻഷ്യലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജേർണി ആണത്. അപ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നെ എന്താ പറയുക, നമ്മൾ ഒരു കുട്ടി എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ആളുകൾ അതിലേക്ക് ഇതാണ്. പിന്നെ ഒരു മാസം നമുക്ക് നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന് പകരം ഇത്രത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്രത്തോളം ഹോർമോൺസ് അവരുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും, ഒബ്വിയസ്ലി അവർക്കുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പിന്നെ അനസ്തേഷ്യ, ചെറിയ ഒരു മൈനർ സർജറി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ കളക്ഷൻ അനസ്തേഷ്യ, അണ്ടർ അനസ്തേഷ്യയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ്, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പറയുക പിന്നെ നോസിയ, ഹെഡേക്ക്, അതുപോലെ തന്നെ പോസ്റ്റ് അനസ്തെറ്റിക് കോംപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ആൾക്കാർ IVF ചെയ്യുന്നത്. അതൊരിക്കലും അവർ IVF ചെയ്യാൻ വേണ്ടി ഒരു പിന്തിരിപ്പിക്കുന്ന ഒരു കാരണങ്ങളല്ല ഇത്. വേറൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചതാണ്. ഇപ്പോൾ ഓൾറെഡി അവർ IVF ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷേ നിർഭാഗ്യവശാൽ അത് പിന്നെ ഫെയിലായിപ്പോയി. അവരോട് 99.9% സക്സസ് റേറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്കത് ആദ്യത്തെ ഒരു അനുഭവമാണ്. കാരണം ഈ
ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഈശ്വരന്റെ കയ്യിലുള്ള കാര്യം. ആ ഒരു 99.9% സക്സസ് റേറ്റ് പറഞ്ഞത് ചിലപ്പോൾ ഒരു പക്ഷെ അവർ കേട്ടതിൽ തെറ്റിയതായിരിക്കാം. ചിലപ്പോൾ ആ എംബ്രിയോ 99.9% ഓക്കെയാണ് എന്നുള്ളതായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കിപ്പോൾ രണ്ടാമതൊരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ എത്ര കാലതാമസം വേണം എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ 99.9%-നെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്ന് പറയാൻ പറ്റുമോ? ഈ 99.9% സക്സസ് റേറ്റ് എന്നൊന്നും നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ഒരു പെർസെന്റേജ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ IVF കുറെയൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം തന്നെയാണ്. നമ്മളിപ്പോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പറഞ്ഞതുപോലെ ഒത്തിരി ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡിങ് ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏജ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 35 വയസ്സിന് താഴെ ഉള്ള സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ്, ഒരു 3 months ഒക്കെ ഗ്യാപ്പ് വിട്ടാലും ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഏജ് കൂടുന്തോറും നമുക്ക് ക്രൂഷ്യലാണ്. നമ്മൾ ഈ ഓരോ മാസം കഴിയുന്നോറും എന്ന് പറയുന്ന പോലെ സമയം കുറച്ച് പെട്ടെന്ന് തന്നെ അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് കുറച്ചും കൂടി ഒരു ക്ലിനിക്കൽ പേഴ്സൺ ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യന് കുറച്ചും കൂടെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഹെൽത്ത് പോലെ ആരോഗ്യസ്ഥിതി എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ്സ് ഓൺ ആ പേഷ്യന്റ് സ്പെസിഫിക് ആയിട്ട് അവരുടെ ഡോക്ടർ, അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് സംസാരിച്ചിട്ട് ആ ഒരു ടൈം അവര് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു IVF സെന്റർ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്? അതായത് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ എന്ത് ഫെസിലിറ്റി ആണ് അവിടെ നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ നാട്ടില് നമ്മളൊരു IVF സെന്റർ നോക്കുമ്പോൾ ഒരു IVF സെന്ററിന്റെ ഫേസ് എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടർ തന്നെയാണ്. അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ശ്രദ്ധിക്കണം. എത്രത്തോളം ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പേഷ്യൻസിനോട് ഡോക്ടർ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫുകൾ സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴുള്ള IVF സെന്ററുകളിലൊക്കെ അത്യാവശ്യം ഫെസിലിറ്റികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒട്ടുമിക്ക എല്ലാ IVF സെന്ററുകളിലും പിന്നെ ഈ ഫെസിലിറ്റികളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ഈ പറഞ്ഞ പോലെ ലാബ് സെറ്റപ്പും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഒരു പേഷ്യൻസിനോടോ അല്ലെങ്കിൽ പബ്ലിക്കിനോടോ ഇന്നത് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആൾക്കാർ അധികം ബോധേഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴും ഒരു ഡോക്ടറിന്റെ ഫേസ് വാല്യൂ നോക്കിയിട്ടാണ് പിന്നെ IVF സെന്റേഴ്സ് അല്ലെങ്കിൽ ക്ലിനിക്സുകൾ പേഷ്യൻസ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഏറ്റവും ആദ്യം സ്വന്തം പ്രിപ്പയർ ആകുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. സ്വന്തം എഡ്യൂക്കേറ്റ് ചെയ്യുക. എന്താണ് IVF എന്ന് മനസ്സിലാക്കണം, ആദ്യം പഠിക്കണം. അപ്പം നമുക്ക് വേറെ എന്ത് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു ട്രീറ്റ്മെന്റ് തരുവാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് ട്രീറ്റ്മെന്റ് ആണ്, എന്ത് മരുന്നാണ് ഡോക്ടർ നമുക്ക് തരുന്നതെന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്തുകൊണ്ട് ഇപ്പോൾ IVF സൈക്കിൾ കഴിഞ്ഞ് കുട്ടികളുണ്ടായ ആൾക്കാരോട് വരെ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. അവരുടെ എംബ്രിയോ എന്താണ്, അവരുടെ എംബ്രിയോയുടെ ഗ്രേഡ് എന്താണ്, ഏത് ദിവസമാണ് അത് ട്രാൻസ്ഫർ ചെയ്തത്, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു എന്താ പറയാ കിട്ടിയിട്ടില്ല. കാര്യം അവരോട് പറഞ്ഞിട്ടില്ല. അപ്പം ഇപ്പൊ ഒരു പേഷ്യന്റ് ഒരു ക്ലിനിക്കിൽ പോയിട്ട് പിന്നെ ഫെയിലായി, അവരുടെ സൈക്കിൾ ഫെയിലായി, അവർ ആ ക്ലിനിക്ക് വേണ്ടാന്ന് വെച്ച് മറ്റൊരു ക്ലിനിക്കിലേക്ക് പോവാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടർ അവിടുത്തെ ഡീറ്റെയിൽസും ഈ പ്രീവിയസ് ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പേഷ്യൻസിന് അറിയുന്നില്ല. പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ പഴയ ഫയൽസും കാര്യങ്ങളൊന്നും അവരുടെ അടുത്ത് ഉണ്ടാവുകയില്ല. അപ്പോൾ പ്രീവിയസ് ട്രീറ്റ്മെന്റ് ഇപ്പോൾ ഫെയിലായ പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നെ പുതിയൊരു സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പം അവരുടെ ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ പേഷ്യൻസ് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ക്ലിനീഷ്യനോട് അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കണം. അല്ലെങ്കിൽ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ പ്രീ എംബ്രിയോളജി കൗൺസിലിംഗ്. അത് നമ്മുടെ നാട്ടിൽ തീരെ കുറവാണ്, എൻ്റെ അറിവിൽ തീരെ കുറവാണ്. ഒരു എംബ്രിയോളജി എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എംബ്രിയോ എന്താണ്, നിങ്ങളുടെ പിന്നെ എന്താ പറയുക ഈ ജേർണി എന്താ എന്ന് ഒരു കൗൺസിലിംഗ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുവിധം ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുറമെ ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ടോ? അതായത് നിങ്ങളോട് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആവാം, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിച്ചിട്ടുള്ളൊരു ഫീലിംഗ് ആവാം,
അങ്ങനെ എന്തെങ്കിലും ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേറെ ഷെയർ ചെയ്യാനുണ്ടോ? ഇന്നലെ പറഞ്ഞാലും പറഞ്ഞോളൂ. എനിക്കൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി സ്പീക്കിംഗ് ഒരു ഹേർട്ട് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ കുറച്ച് നേരം സംസാരിച്ച് എത്രത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് അല്ലെങ്കിൽ ഒരു ജേണിയാണ് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് അത് മാറ്റി അതൊന്നും വേണ്ട. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഒരു എന്നെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിള് അവർ ഒത്തിരി നാളത്തെ അധ്വാനം കൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് അവർ ഫൈനലി IVF-ലൂടെ കൺസീവ് ആയിട്ട് അവർക്കൊരു കുഞ്ഞുണ്ടായത് ഒരു പെൺകുഞ്ഞായിരുന്നു. അത് പെൺകുഞ്ഞാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഹസ്ബൻഡ് ആ കുഞ്ഞിനെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാൻ പോലും കൂട്ടാക്കിയില്ല. അന്ന് ഞാൻ ആ പേഷ്യൻ്റ് അവിടെ കിടന്ന് കരയുന്നതിൻ്റെ വീട്ടുകാരൊക്കെ അതിൻ്റെ സങ്കടപ്പെടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വിഷമം തോന്നി. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, ഒരു കുഞ്ഞിൻ്റെ ജെൻഡർ നിശ്ചയിക്കുന്നത് ഒരിക്കലും ഒരു എഗ് അല്ല അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ല. അത് പുരുഷന്മാരുടെ XY ക്രോമസോമാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ആ കുഞ്ഞിൻ്റെയോ ജനിച്ച കുഞ്ഞിൻ്റെയോ പ്രശ്നമല്ല, ആ കുഞ്ഞിനെ ക്യാരി ചെയ്ത അമ്മേൻ്റെ പ്രശ്നമല്ല. എന്നിട്ട് കൂടി ആ ഹസ്ബൻഡ് അങ്ങനെ ചെയ്തത് എനിക്ക് വളരെ ഹേർട്ടായിട്ടുള്ള. ഇപ്പൊ ഈ ജെൻഡർ സെലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് രാജ്യങ്ങളിലൊക്കെ ഖത്തറിൽ ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അവർക്ക് ജെൻഡർ സെലക്ഷൻ ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നാണ്. നമ്മുടെ നാട്ടിലും UK-ലൊക്കെ ഇല്ലീഗലാണ് അല്ലേ? നാട്ടിലും UK-ലും ഇല്ലീഗലാണ് ജെൻഡർ സെലക്ഷൻ. അത് ഓരോരോ രാജ്യത്തിനെ അനുസരിച്ചിരിക്കും അവിടുത്തെ നിയമങ്ങളൊക്കെ. നാട്ടിലും ഇവിടെയും പിന്നെ ജെൻഡർ സെലക്ട് ചെയ്തിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇല്ലീഗലാണ്. അപ്പൊ നിങ്ങളൊരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇല്ലീഗലാക്കുക, അതായത് ജെൻഡർ സെലക്ഷൻ വേണം എന്നാണോ വേണ്ടെന്നാണോ? ജെൻഡർ സെലക്ഷൻ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ അത് തന്നെയാണ്. ഒരു ആസ് എൻ എംബ്രിയോളജിസ്റ്റ്, കാര്യം ഒരു കുട്ടിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കപ്പിള്, അതിപ്പം ആണാണെങ്കിൽ എന്താ പെണ്ണാണെങ്കിൽ എന്താ, അപ്പം എന്നുള്ളതാണ് ഏറ്റവും ഇത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ലൈഫിൽ ഈ ഒരു പ്രൊഫഷനിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ആൺകുട്ടി ആകുമോ എന്ന് ചോദിച്ചു വരുന്ന കപ്പിൾസ്. അപ്പം നമ്മൾ സാധാരണഗതി നമ്മൾ അവരോട് പറയും അത് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല, ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് പറഞ്ഞു, പറഞ്ഞില്ല. നിങ്ങൾക്കുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ് പറയാനുള്ള ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ പ്രൊഫഷനിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എന്താ പറയുക, ഒരു പേഷ്യൻ്റ് ഒരുപാട് നാളായിട്ട് അവർ കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം അവർക്ക് ഓവേറിയൻ റിസർവ് തീരെ കുറവാണ്. അപ്പോൾ അതായത് ഒരു എഗ് കളക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം കിട്ടുക ഒരു എഗ് ആയിരിക്കും, അല്ലെങ്കിൽ 1-2 എഗ് ആയിരിക്കും. അപ്പം ഈ ഒരു സൈക്കിളിൽ അവർക്ക് കിട്ടിയത് ഒറ്റൊരു എഗ്ഗാണ്. ഇങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു എഗ്ഗ് നമ്മൾ ഫെർട്ടിലൈസ് ചെയ്ത് അത് നമ്മൾ പിന്നെ എംബ്രിയോ ആക്കി അത് ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ അതൊരു കുട്ടിയായി, അത് പ്രഗ്നൻസിയിലേക്ക് വന്ന് അത് കുട്ടിയായിട്ട് ആ പേഷ്യൻസ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അപ്പം നമ്മളോട് വന്ന് ആ കുട്ടീനെ കണ്ട് ആ കുട്ടീനെയൊക്കെ ഒന്ന് എടുക്കാനൊക്കെ പറ്റി. അത് ലൈഫിൽ എന്താ പറയുക, അതൊരിക്കലും എന്താ പറയുക, വളരെ സന്തോഷം തന്ന ഒരു മൊമെന്റ് ആയിരുന്നു. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് കടന്നു പോകണം? ഒരു ട്രീറ്റ്മെന്റിന്റെ പ്രോസസ്സ് എന്താണ്? ഫസ്റ്റ് ഒരു പേഷ്യന്റിനെ വന്നു, അവരെ അനാലിസിസ് നമ്മൾ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ന പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിന്റെ ഡേറ്റ് തൊട്ട് ഫീമെയിലിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവർ ഒരു 10 to 12 days അല്ലെങ്കിൽ 10 to 15 days ഒക്കെ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ ഇതൊക്കെ അനുസരിച്ച് സ്റ്റിമുലേഷൻ നീണ്ടുപോകും. അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ ഒരു ഓവുലേഷൻ നടക്കുന്നത് ഒരു ഹോർമോണിൻ്റെ പീക്കിൽ എത്തിക്കഴിയുമ്പോഴാണ് ആ ഒരു എഗ് റിലീസാവുന്നത്. അപ്പോൾ അതിനെ മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുക്കും. അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 36 മണിക്കൂർ 36 hours ഒക്കെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലും കൂടുതലുണ്ടാവും ചിലയിടത്തൊക്കെ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഗ് കളക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യും. ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഇന്ന സമയത്ത് എഗ് കളക്ട് ചെയ്യുന്നു, പേഷ്യൻ്റ് വരുന്നു, ഒരു ഡോക്ടർ സ്പെഷ്യലൈസ്ഡ് IVF സ്പെഷ്യലിസ്റ്റ് ഉണ്ടാകും, ഡോക്ടർ, അനസ്തെറ്റിക് ടീം, നഴ്സിംഗ് ടീം ഒക്കെ തിയേറ്ററിൽ റെഡി ആയിരിക്കും. ഫീമെയിൽ പേഷ്യൻ്റാണ് എഗ് കളക്ട് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ ഒരു എംബ്രിയോളജിസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഗ് കളക്ഷൻ നടക്കുന്നതിൻ്റെ തലേദിവസം തൊട്ടേ തുടങ്ങും. നമ്മൾ അവരുടെ ഫയൽ പഠിക്കും.
ആ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എന്താണ്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പേഷ്യൻറ്റിൻ്റെ ഫയൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കും. അതിനുശേഷം ആ പേഷ്യൻറ്റിൻ്റെ എഗ് കളക്ഷൻ ചെയ്യുന്നതിന് ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ട മീഡിയ ആൻഡ് അതിൻ്റെ ഡിഷസ് റെഡിയാക്കി വെക്കും. ഈ എഗ്ഗ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വെക്കുന്നത് നമ്മുടെ ശരീരത്തിനോട് മിമിക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെൻറ്റിന് സിമിലർ ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഒക്കെ അറിയാം. അപ്പോൾ അതിനോട് ചേരുന്ന രീതിയിൽ 37 ഡിഗ്രി സെൽഷ്യസ് ഉള്ള ഇൻക്യുബേറ്റർ, അതിന് മീഡിയയ്ക്ക് വേണ്ട ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, pH, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഇൻക്യുബേറ്ററിൻ്റെ അകത്താണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പോൾ ഡിഷസ് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു തലേ ദിവസം. പിറ്റേ ദിവസം രാവിലെ എഗ് കളക്ഷൻ നടക്കുന്നു. എഗ്ഗ് ഒരു എംബ്രിയോളജിസ്റ്റ് ഇരുന്ന് ഈ ഡോക്ടർ ട്യൂബിലാക്കി തരുന്ന ഫ്ലൂയിഡ് സ്ക്രീൻ ചെയ്തിട്ട് എഗ്ഗ് കളക്ട് ചെയ്യുന്നു. എഗ്ഗ് കളക്ട് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിലെ ഡിഷസിലേക്ക് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഹസ്ബൻഡ് സാമ്പിള് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ സാമ്പിള് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അത് സ്പേമും റെഡിയാക്കി നമ്മൾ വെക്കുന്നു. അതിനുശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ്ഗും റെഡിയാക്കി സ്പേമും റെഡിയാക്കി ഇനി ഇത് ഫെർട്ടിലൈസ് ചെയ്യിപ്പിക്കണം. അതിന് വേണ്ടത് ഈ പറയുന്നതുപോലെ IVF അല്ലെങ്കിൽ ICSI, പിന്നെയും ഇതിനെ കുറച്ചും കൂടെ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ വന്നിട്ടുണ്ട്, IMSI, PICSI എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ എല്ലായിടത്തും ഒന്നും അവൈലബിൾ അല്ല, അതിൻ്റെ ഒന്നും ആവശ്യം എല്ലാ കേസസിലും വരാറില്ല. അപ്പോൾ ഈ ICSI ചെയ്യുന്നു അല്ലെങ്കിൽ IVF ചെയ്യുന്നു. IVF ICSI നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ഇൻക്യുബേറ്ററിലേക്ക് എടുത്ത് വെക്കുകയാണ്. ഇൻക്യുബേറ്ററിലേക്ക് എടുത്തതിന് ശേഷം ഒരു 16 to 18 hours കഴിഞ്ഞിട്ട്, അതായത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരിക്കും. ഈ എഗ്ഗ് കളക്ട് ചെയ്യുന്ന ദിവസം day 0 എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു 16 to 18 hours കഴിഞ്ഞിട്ട് day 1 വന്നിട്ട് നമ്മൾ ഈ ICSI ചെയ്ത അല്ലെങ്കിൽ IVF ചെയ്ത എഗ്ഗും സ്പേമും എഗ്ഗ് ഫെർട്ടിലൈസ് ആയെന്ന് നോക്കും. ഫെർട്ടിലൈസ് ആയി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് day 1 ആണ്. പിന്നെ മിക്കവാറും ക്ലിനിക്കിൽ ചിലയിടത്തൊക്കെ രണ്ടാമത്തെ ദിവസം എംബ്രിയോ എടുത്ത് പരിശോധിക്കുന്നവരുണ്ട്. അതായത് ഈ എഗ്ഗ് ഫെർട്ടിലൈസ് ആയി എന്ന് പറയുമ്പോൾ ആ എഗ്ഗ് ഒരൊറ്റ സെല്ല് തന്നെയാണ്. അപ്പോഴും ഒരു കോശത്തിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 2 വട്ടം കാണാം. ആ ഒരു വട്ടം സ്പേമിൻ്റെ, ഒരു വട്ടം എഗ്ഗിൻ്റെ എന്നുള്ള രീതിയിൽ കണക്കാക്കാം. അതാണ് നോർമൽ ഫെർട്ടിലൈസേഷൻ. ഈ 2 ചെറിയ വട്ടത്തിനെ നമ്മൾ പ്രോന്യൂക്ലിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ എഗ്ഗ് ഫെർട്ടിലൈസ് ആയിട്ടുണ്ട് എന്നുള്ളത്. ചില കേസസിൽ ഈ 2 പകരം 3 വരും, 3 അല്ലെങ്കിൽ 2 കൂടുതൽ വരും. 2 കൂടുതൽ വരുന്ന എഗ്ഗ് ഒരു കാരണവശാലും നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അബ്നോർമൽ ഫെർട്ടിലൈസേഷൻ ആണ്. അങ്ങനെയുള്ള കേസിൽ ആ എംബ്രിയോ ജനറ്റിക്കലി അബ്നോർമൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് ഒരു കേസാണ്. അപ്പോൾ നോർമൽ ഫെർട്ടിലൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എഗ്ഗ് പിന്നെ 2 സെല്ലാവണം, 2 സെല്ല് 4 സെല്ലാവണം, 4 സെല്ല് 6 ആവണം, 6 8 ആവണം. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും എംബ്രിയോയ്ക്ക് മിനിമം ഒരു 6 cells എങ്കിലും ആവണം. 6 സെല്ലായിട്ടുള്ള അല്ലെങ്കിൽ 6 സെല്ല് കൂടുതലായിട്ടുള്ള എംബ്രിയോനെയാണ് നമ്മൾ കറക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത്. ഈ 6 സെല്ലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാം. എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് പോലും പല റീസൺസിൽ എടുക്കുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടി വേണ്ട, പിന്നീട് മതി, ഇപ്പോൾ കരിയർ, അങ്ങനെ പല റീസൺസും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അതല്ലെങ്കിൽ ഈ ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ എംബ്രിയോ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് ഉപകാരത്തിനേക്കാളും കൂടുതൽ ഉപദ്രവമാവുന്ന ഒരു സ്റ്റേജൊക്കെ ആണെങ്കിൽ അതിന് OHSS റിസ്ക് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ ഡോക്ടേഴ്സ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. ഈ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിനൊക്കെ പ്രത്യേകം സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോളും, അതായത് ഒരുപാട് നാളത്തെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രീസ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ day 3 മിക്കവാറും എല്ലായിടത്തും day 3 വരെയൊക്കെയാണ് കൾച്ചർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഫ്രീസ് എന്നുള്ള രീതിയിലേക്ക് പോകും. പിന്നെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് day 5 കൾച്ചർ ചെയ്യുക എന്നുള്ളത്. ഈ day 5 കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ day 5 സ്റ്റേജ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നതിനെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. എല്ലാ എംബ്രിയോയ്ക്കും ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജ് ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ ആകാം, ചിലപ്പോൾ
ആകാതിരിക്കാം. പക്ഷേ ഈ ഡേ 1 തൊട്ട് ഡേ 3 വരെ ഒരു 90% മേലെ എംബ്രിയോസ് ഡിവൈഡ് ആവും, 6 സെല്ലെങ്കിലും ഒക്കെ ആവും. പക്ഷേ ഈ ഡേ 3 തൊട്ട് ഡേ 5 വരെ ഉള്ള ഒരു ജമ്പ് എന്ന് പറയുന്ന എംബ്രിയോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ജമ്പാണ്. അത് എല്ലാവർക്കും പറ്റിക്കോണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എംബ്രിയോ ഒക്കെ ഉള്ള കേസിൽ ഈ ഡേ 3 എംബ്രിയോ ഫ്രീസ് അല്ലെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ എന്നുള്ളതിന് ഓപ്ഷൻ തിരഞ്ഞെടുക്കാതെ അവർ 2 ദിവസം കൂടെ ആ എംബ്രിയോ കൾച്ചർ ചെയ്തിട്ട് ഡേ 5 ആ എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസ് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എംബ്രിയോക്ക് നാച്ചുറലി അതൊരു ഡെവലപ്മെന്റൽ പാറ്റേൺ ആണ് അല്ലെങ്കിൽ ഒരു പാത്ത് വേ ആണ്. എംബ്രിയോ ഡേ 5 ബ്ലാസ്റ്റോസിസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഉണ്ടാവില്ലയോ എന്ന് പേടിച്ചിട്ട് എനിക്ക് ആ ഒരു റിസ്ക് ഫാക്ടർ എടുക്കാൻ പേടിയായതുകൊണ്ട് ഡേ 3 എന്നാൽ പിന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു രീതിയിലൊക്കെ നമ്മൾ ചെയ്തു വെക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഈ എംബ്രിയോ ബ്ലാസ്റ്റോസിസ്റ്റ് ആയില്ലെങ്കിൽ അതിന് എന്തായാലും അതിൻ്റെ ഫേറ്റ് അതാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ തന്നെ ഒരു നാച്ചുറൽ അതൊരു സെലക്ഷൻ മെത്തേഡാണ്. റെഡിയല്ലേ? അപ്പോൾ അത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കിപ്പോൾ മനസ്സിലായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ആ 5 ദിവസത്തെ പ്രോസസ്സാണ്, അതായത് എഗ്ഗ് കിട്ടിയതിന് ശേഷം 5 ദിവസത്തെ പ്രോസസ്സാണ് ശരിക്കും അവിടെ ചെയ്യുന്നത്. ഇപ്പം നോർമലി ഒരു ഇതൊക്കെ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ചിലത് അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കാന്നുള്ള രീതിയിൽ 5 ദിവസം വരെ വെക്കും. ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഏകദേശം നമുക്കൊരു തീരുമാനമാവും. ശരിക്കും ഈ 3 ദിവസം കഴിഞ്ഞ് എംബ്രിയോ ഫുള്ള് സക്സസ് ആയിക്കൊള്ളണം എന്നില്ല അല്ലേ? 5 ദിവസം ജമ്പ് ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി അല്ലെങ്കിൽ പവർഫുൾ ആയിരിക്കും എംബ്രിയോ എന്നുള്ളതാണോ? അങ്ങനെയല്ല, നമുക്ക് 5ാമത്തെ ദിവസം അല്ലെങ്കിൽ 6 ദിവസം വരെ നമ്മൾ മാക്സിമം വെക്കും. 6 ദിവസം വരെ എംബ്രിയോ മാക്സിമം വെച്ചിട്ട് അത് ബ്ലാസ്റ്റോസിസ്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കും. ഇപ്പോൾ നമ്മൾ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മുടെ എംബ്രിയോ സെലക്ഷന് ബെറ്റർ ആയിരിക്കും. നമ്മൾ ഡേ 3 നമ്മളൊരു ബ്ലൈൻഡ് ആയിട്ട് ഒരു എംബ്രിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്നപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു 20% നമുക്ക് പറയാൻ പറ്റും ഒരു പ്രഗ്നൻസി ചാൻസ് കൂടുതലാണ് ഒരു ഡേ 5 എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഡേ 3 എംബ്രിയോ അത് നമ്മൾ യൂട്രസിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ശരിക്കും നമ്മളൊരു നാച്ചുറലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഡേ 3 എംബ്രിയോ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്യൂളിൽ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെയുള്ള ന്യൂട്രീഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഒരു ഡേ 5 എംബ്രിയോനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പം അത് ഏകദേശം അത് യൂട്രസിൻ്റെ കണ്ടീഷനായിട്ട് അത് കുറച്ചും കൂടെ അഡ്ജസ്റ്റഡ് ആയിരിക്കും നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിന് ഇംപ്ലാന്റേഷന് ഒരു ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഒരു ഡേ 5 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ നമ്മുടെ കോമൺലി പേഷ്യൻസിന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമാണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് അവർക്കൊരു ട്രാൻസ്ഫറെങ്കിലും വേണമെന്ന്. പക്ഷെ നമ്മളത് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഒരു പ്രഗ്നൻസിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഒരു ട്രാൻസ്ഫർ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു പ്രഗ്നൻസിയിലേക്ക് എത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കൂടുതൽ ബ്ലാസ്റ്റോസിസ് ട്രാൻസ്ഫറുകൾ നമുക്ക് ചെയ്യാനും അതിലൂടെ കൂടുതൽ പ്രഗ്നൻസി അച്ചീവ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഒറ്റ ഡൗട്ടും കൂടി, ഈ ഫ്രീസ് ചെയ്യണത് എങ്ങനെയാണ്? ഇത്ര വർഷത്തേക്കെന്നാണോ അല്ലെങ്കിൽ അത് ഒരു പാക്കേജ് ആയിട്ടാണോ? അതെങ്ങനെയാണ് ഒരു IVF സെൻ്ററായിട്ട് ഈ ഫ്രീസിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എംബ്രിയോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. പ്രത്യേകിച്ച് OHHS, അതായത് പിന്നെ ഹൈപ്പർ സ്റ്റിമുലേഷൻ കാരണം നമുക്ക് ആ സൈക്കിളിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ എംബ്രിയോസ് ഉണ്ട്, നമുക്ക് രണ്ടാമതൊരു കുട്ടിക്ക് വേണമെങ്കിൽ ശ്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രീസിങ്ങിന് പറഞ്ഞാൽ ഇത്ര കാലാവധി ഒന്നുമില്ല. നിങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ നമുക്ക് പിന്നെ ഫ്രീസ് ചെയ്യുന്നതിന് ഓരോ ടൈം ഇൻ്റർവെല്ലിൽ നമ്മുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് നമ്മൾ ഫിനാൻഷ്യൽ വാങ്ങും. ആ കറക്റ്റ് ആ പൈസ അവർക്ക് പിന്നെ അടയ്ക്കുകയാണെങ്കിൽ ഇത്ര വർഷങ്ങളൊന്നുമില്ല. ഇപ്പം എന്താ പറയുക, റീസെൻ്റ് ആയിട്ട് ഒരു ന്യൂസ് നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ എംബ്രിയോ, അതായത് ഒരു എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തു. ആ എംബ്രിയോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത ലേഡിയെക്കാട്ടിലും പ്രായക്കൂടുതലുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1992 ജനിച്ച ഒരു പെൺകുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്തത് 1990 ഫ്രീസ് ചെയ്ത എംബ്രിയോ ആണ്. അപ്പോൾ ഇത് 10-50 അതെ ഡോണർ എംബ്രിയോ 10-50 കൊല്ലം എന്താ പറയാ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം, യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ഫ്രീസിങ്ങിൽ എടുത്താലും 50 വർഷം കഴിഞ്ഞിട്ട് എടുത്താലും അത് ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഈ എംബ്രിയോ ആണ് ഫ്രീസ് ചെയ്യുക അല്ലേ?
സ്പേമും എഗ്ഗും ഒന്നല്ല, എഗ്ഗും സ്പെർമും ഫ്രീസ് ചെയ്യാം. freeze ചെയ്യാം. അങ്ങനെയും ചെയ്യാം. അപ്പൊ ഒരാളത് മാത്രം മതി എന്നുണ്ടെങ്കിൽ, അതായത് അച്ഛന്റെ ഇതില്ലെങ്കിൽ സ്പേം ആണ് നമുക്ക് ഫ്രീസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് മാത്രം ഫ്രീസ് ചെയ്ത് വെക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ, ചെറിയ വയസ്സിൽ ക്യാൻസർ ഒക്കെ വരുന്ന കുട്ടികൾക്ക്, അവർക്ക് പിന്നെ ഈ ക്യാൻസർ നമ്മൾ ഒരു ഈ പിന്നെ റേഡിയേഷൻ, ഇത് ക്യാൻസർ ട്രീറ്റ്മെന്റ് കാരണം റേഡിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം സ്പേം കൗണ്ട് ഇല്ലാണ്ടാകും. അപ്പോൾ അവർക്ക് ഭാവിയിൽ കുട്ടികൾ വേണ്ടതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഈ സ്പേം പിന്നെ ഈ ട്രീറ്റ്മെന്റിന് മുമ്പ് ഫ്രീസ് ചെയ്തിട്ട് പിന്നെ അവര് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് IVF-ലേക്ക് ഈ സ്പേം പിന്നീട് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ എഗ്ഗ് ഇപ്പം കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന വർക്കിംഗ് നാട്ടിൽ ഇപ്പോൾ ഈ യൂറോപ്പിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഈ പിന്നെ 20s വർക്ക് ചെയ്യണം, 30s കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 30s ആകുമ്പം പിന്നെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കും. എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് പ്രഗ്നൻസി വേണ്ട സമയമാകുമ്പം ഈ എഗ്ഗ് എടുത്തിട്ട് പിന്നെ ഫെർട്ടിലൈസ് ചെയ്യും. ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടോ കാണാതെ നാട്ടിൽ നിങ്ങൾക്ക് ഒരു IVF സെന്റർ തുടങ്ങുക. എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും ഒരു IVF, ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു, നാട്ടിൽ സ്വന്തമായിട്ട് ഒരു IVF സെന്റർ തുടങ്ങണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഈ കണ്ട ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾ തീർക്കും അല്ലേ? തീർച്ചയായിട്ടും. ലിമിറ്റേഷൻസ് അല്ല, ഇപ്പൊ നമ്മള് പലയിടത്തും വർക്ക് ചെയ്യുമ്പോൾ പല എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ആ എക്സ്പീരിയൻസ് കിട്ടിയ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ചീത്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഉൾക്കൊണ്ട ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇപ്പൊ UK എക്സ്പീരിയൻസിലും നാട്ടിലെ എക്സ്പീരിയൻസിലും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇവിടെയാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് അതോ നാട്ടിലാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? ബെറ്റർ ആയിട്ട് തോന്നുന്നത് എവിടെയൊന്നും പറയാൻ പറ്റില്ല. കാര്യം അവിടെ ഓഫർ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. കാര്യം ഇതൊരു വേൾഡ് വൈഡ് ഏകദേശം IVF ട്രീറ്റ്മെന്റ് ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ നാട്ടിലെയും ഇവിടെയുള്ള വ്യത്യാസം ഞാൻ കണ്ടിട്ടുള്ളത്, നാട്ടിൽ കൂടുതലും ഇക്സിയാണ് ചെയ്യുന്നത് ആൾക്കാർ, ഇവിടെ കൂടുതലും IVF ആണ് ചെയ്യുന്നത്. ഇവിടെ നാച്ചുറലായിട്ട് പിന്നെ ഫെർട്ടിലൈസ്, അതൊരു നാച്ചുറൽ സെലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ കൂടുതൽ IVF പിന്നെ ഓപ്റ്റ് ചെയ്യുന്നു, അവിടെ ഇക്സി ഓപ്റ്റ് ചെയ്യുന്നു. കാര്യം എന്ന് വെച്ചാൽ അവിടെ പേടിയാണ് ആൾക്കാർക്ക് IVF-ലൂടെ പിന്നെ ഫെർട്ടിലൈസ് നടന്നില്ലെങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിലോ എന്നുള്ള പേടി കാരണം പിന്നെ ഈ പറയുന്ന ക്ലിനീഷ്യൻസ് ആണെങ്കിലും എംബ്രിയോളജിസ്റ്റ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും എല്ലാവരും ഇക്സിയാണ് പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർക്ക് പോലും എംബ്രിയോളജിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ ഉള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ കുറിച്ച് അറിയില്ല, ഗൈനക്കോളജി ഡോക്ടേഴ്സിനെ കുറിച്ച് അറിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ അത് പറയാനുള്ളത് ഒരു എംബ്രിയോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക്? പറഞ്ഞാൽ എംബ്രിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പലപ്പോഴും ഒരു ഹോസ്പിറ്റലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഒരു എംബ്രിയോളജിസ്റ്റിനെ ഇങ്ങനെ നടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റെറൈൽ ലാബിലായിരിക്കും, ഒരു കൺട്രോൾഡ് എൻവയൺമെന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എംബ്രിയോളജിസ്റ്റിനെ അങ്ങനെ ഒരു പലർക്കും അറിയില്ല, ഈ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്തവർക്കും അറിയില്ല. പക്ഷേ എംബ്രിയോളജിസ്റ്റിനെ അറിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയണമെന്നില്ല, അതിൻ്റെ ഒരു കാര്യമില്ല. പക്ഷേ എംബ്രിയോളജിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എഗ്ഗ് കളക്ട് ചെയ്ത് ഒരു ഡോക്ടർ അത് കളക്ട് ചെയ്ത് തരുന്നത് മുതൽ അതൊരു എംബ്രിയോ ആക്കി തിരിച്ച് അവരുടെ യൂട്രസിൽ വെക്കുന്നത് വരെ ആ എംബ്രിയോനെ അല്ലെങ്കിൽ അവരുടെ ഗമീറ്റ്സിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ഒരു എംബ്രിയോളജിസ്റ്റ് ആണെന്നുള്ള ഒരു കാര്യം മാത്രം, ഒരു പോയിന്റ് മാത്രം ഞാനോട് പറയുന്നത്. അതെ, ഫസ്റ്റ് മദർ എന്ന് വേണമെങ്കിൽ പറയാം, 5 ദിവസത്തെ അതാണ് കറക്റ്റ്. പക്ഷെ എപ്പോഴും ഒരു പ്രീ എംബ്രിയോളജി കൗൺസിലിംഗ് എല്ലാ പേഷ്യൻസിനും IVF-ലേക്ക് കിടക്കുന്ന എല്ലാ പേഷ്യൻറ്റും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിർബന്ധമാണ്. എന്നാലേ അവർ അറിയുള്ളൂ എന്താണ് ചെയ്യുന്നത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് അവർക്ക് കൊടുക്കുന്നത്, കിട്ടുന്നത് എന്നുള്ളത്. അത് അവരുടെ ഒരു IVF ജേർണിയിൽ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് നന്ദി ഈ വീഡിയോസിന് ഇത്രയും നേരം, ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾ വീഡിയോസ് എടുക്കണമായിരിക്കും. അപ്പം കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നമ്മളിവിടെ സൈൻ ഓഫ് ചെയ്യാണ്. ബൈ. ഓക്കെ, ബൈ.